ഏത് സമയത്തും മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു തനത് രുചിയാണ് മാമ്പഴ പുളിശ്ശേരി, പ്രത്യേകിച്ചും ഓണത്തിന്. മാമ്പഴം കയ്യിലില്ല എങ്കിൽ വിഷമിക്കേണ്ട, അതിനെക്കാട്ടിലും സ്വയംഭരം ഒരു പഴം പുളിശ്ശേരി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ആൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. നിങ്ങൾക്കായി ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് നേന്ത്രപ്പഴ പുളിശ്ശേരി. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മറക്കാൻ പാടില്ലാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് എപ്പോഴും നല്ലത്. വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. അപ്പോൾ പുളിശ്ശേരി തയ്യാറാക്കാനായി ഞാൻ എൻ്റെ വാൽച്ചട്ടി അങ്ങോട്ട് വയ്ക്കുകയാണ്. പുതിയ ചട്ടിയൊക്കെ ആയിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നത്. വാൽച്ചട്ടി. ഇതിൻ്റെ റെസിപ്പിയും വളരെ സിമ്പിളാണ്. നമുക്ക് എല്ലാത്തിനകത്തും കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചതച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പുളിശ്ശേരി റെസിപ്പിയാണ്. ചട്ടി ഒന്ന് ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയ്ക്ക് പകരം നമ്മൾ നെയ്യിലാണ് ഈ റെസിപ്പി ചെയ്യുന്നത്. നെയ്യ് ഒന്ന് ചൂടായി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ചെറുതായിട്ട് ഈ നെയ്ക്കകത്തൊന്ന് വഴറ്റണം. ഏത്തയ്ക്ക ഇങ്ങനൊരു സൈസിലാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്, ഒരുപാട് വലുതായിട്ടല്ല. അതൊന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഈ വീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ശർക്കര പാനിയാണ്. ഇത് കണ്ടോ, ഇത് ഒത്തിരി കൊഴുത്തതല്ല. ഒത്തിരി കൊഴുത്തതാണെങ്കിൽ ഒത്തിരി മധുരമായിപ്പോവും. നിങ്ങൾ ഇച്ചിരി കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല, ഇഷ്ടം പോലെ ചെയ്യാതെ. മധുരം ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഒഴിച്ചാൽ മതി. ഇനിയും ഇതിനകത്തും ഇത് ഒന്നുകൂടെ ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴന്നോട്ടെ. ഓണത്തിനൊക്കെ ചില റെസിപ്പീസ് അത് നമ്മൾ പായസമാണോ പ്രിപ്പയർ ചെയ്യുന്നത്, കറിയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അറിയില്ല. അങ്ങനെ വളരെ സെറ്റിലായിട്ടുള്ള റെസിപ്പീസ് ഉള്ള, വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഉണ്ട് നമ്മൾ മലയാളികൾക്ക്. ഈ പഴയ കാര്യങ്ങളൊന്നും മറന്നു പോകാതെ ഒന്ന് ഓർപ്പിക്കാനായിട്ടാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത്. സമയത്തേക്ക് നമുക്ക് ഇതിനുള്ള അരപ്പൂടെ തയ്യാറാക്കാം. തേങ്ങ, 2-3 പച്ചമുളക്, നിങ്ങളുടെ ഏരിയയുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് നല്ല മഷി പോലെ നമുക്ക് അരച്ചെടുക്കണം. തൈര് നമ്മൾ ചേർക്കുന്നത് കൊണ്ട് ഒരുപാട് തേങ്ങ അരയ്ക്കണ്ട, പിന്നെ അങ്ങ് അപ്പടി മധുരമായിപ്പോവും. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേനെ ഇത് ശർക്കരയ്ക്കകത്തും നെയ്ക്കകത്തും നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഈ അരപ്പൊഴിക്കാം. ചെറിയ തീയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനോട് തൈരൂടെ ചേർക്കണം. ചെറിയ തീയിൽ വെച്ച് ഒന്ന് ചൂടാക്കിയാൽ മതി. അല്പം വെള്ളം കൂടെ. അപ്പോൾ ഇതിനകത്തൊന്ന് നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. ആ സമയത്തേക്ക് നമുക്ക് തൈരൂടെ അടിച്ച് ചേർക്കണം. നല്ല കട്ട തൈരുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അളവെല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിൽ തന്നേക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് ചേർക്കണം. കൂടുതലുള്ളതാണെങ്കിൽ പുളി കൂടുതലുള്ള തൈരെടുക്കുക, കുറച്ച് മതിയെങ്കിൽ പുളി കുറഞ്ഞ തൈരെടുക്കാം. അപ്പോൾ നമ്മുടെ തൈരും റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തേങ്ങ അരപ്പൊക്കെ ചേർത്തൊന്ന് തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തൈര് ഒഴിക്കാം. ഇനി തീ കുറയ്ക്കണം, നന്നായിട്ട് ഇളക്കി ചേർക്കാം. നിങ്ങൾക്ക് കൊഴുത്തതായിട്ടാണ് കറി ഇഷ്ടമെങ്കിൽ വെള്ളം തീരെ കുറച്ച് ചേർക്കുക, അതല്ല എങ്കിൽ അല്പം കൂടെ വെള്ളം ചേർക്കുക. ഞാൻ ഇച്ചിരി നീട്ടിയാണ് ചെയ്തിരിക്കുന്നത്. കാര്യം എനിക്ക് തൊടുകറിയേക്കാളും ഇഷ്ടം ഇങ്ങനെ ഇച്ചിരി നീണ്ടിരിക്കുന്നതാണ്. ഞാൻ കുറച്ച് വെള്ളം ചേർത്താണ് ചെയ്തിരിക്കുന്നത്. ഇത് തിളയ്ക്കാൻ പാടില്ല, നല്ലതുപോലെ ഒന്ന് ചൂടായാൽ മതി. ആവി വരുന്നുണ്ട് നല്ലതുപോലെ, കാണാമല്ലോ അല്ലേ? അത്രയും മതി. ഇതിന് കടുക് വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഒരുപാട് ഓണം റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട് ചാനലിൽ. നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വിഷു സ്പെഷ്യൽ അല്ലെങ്കിൽ ഓണം സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കണേ സമയമുള്ളപ്പോൾ. അപ്പോൾ ഇത് ഞാനങ്ങോട്ട് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഇനിയും കടുക് വറുക്കാനുള്ള പരിപാടി നോക്കാം. നമുക്ക് കടുക് കൂടെ വറുക്കാം. കടുക് വറുക്കാനായിട്ടും പ്രത്യേകം ഓർക്കേണ്ടത് നെയ്യ് തന്നെയാണ് ചേർക്കുന്നത്. അതിലേക്ക് കടുക്, ഉലുവ പ്രധാനമാണ്. അപ്പോൾ ഇത് പൊട്ടാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം, ബാക്കി പൊട്ടിക്കോളും. അതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില. അപ്പോൾ നമ്മുടെ കടുക് വറുത്തതും റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് തോന്നുന്നു 15 മിനിറ്റ് മതി കറി തയ്യാറാക്കാൻ. കറി മാറ്റി ഇങ്ങോട്ട് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തങ്ങ് ചേർക്കാം. ഇതാണ് നമ്മുടെ പഴം പുളിശ്ശേരി. അപ്പം നല്ല ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാൻ മറക്കണ്ട. ഈ പ്രാവശ്യത്തെ ഓണം ഒരു സ്പെഷ്യൽ പഴം പുളിശ്ശേരി ആയിക്കോട്ടെ. മിനിമം ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സാത്വിക് പ്രിപ്പറേഷനാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മടിക്കരുത്.
എളുപ്പമല്ലേ? ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.